بسم الله الرحمن الرحيم. وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1766 ദിവസത്തിലേക്ക് എല്ലാവരെയും മഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46 അധ്യായമായ സൂറത്തുൽ അഹ്കാഫിലെ 29-30 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. صدق الله العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 29-30 എന്നീ ആയത്തുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വിശേഷിച്ച് മക്കയിലെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണ കാലത്ത് ഉണ്ടായ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം പരാമർശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലും തുടർന്നുള്ള ഏതാനും ആയത്തുകളിലുമായിട്ട്. പുറത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ആദ്യ സെഷനിൽ ഈ സംഭവം ഞാൻ വിശദമായിട്ട് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. ഹിജ്റക്ക് മുമ്പ് നുബുവത്തിന്റെ 10-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക്, അവിടെ സഖീഫ് ഗോത്രത്തിലെ ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി പോകുന്നത്. ഒരു നിവേദനം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭൃത്യനോടൊപ്പം മറ്റു മിക്ക നിവേദനം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിച്ച് തന്നെ നടന്ന് പോയൊരു യാത്രയാണത്. മക്കയിൽ നിന്ന് ത്വായിഫിലേക്കും ത്വായിഫിൽ നിന്ന് തിരികെ മക്കയിലേക്കും വരുന്ന ആ യാത്ര. ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു അഹ്ഖാഫിലെ ജനങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി ഹൂദ് അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചയച്ച കാര്യവും താക്കീതുകൾ അവഗണിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതികരണമൊക്കെ പരാമർശിക്കപ്പെടുന്നത് കാണുകയുണ്ടായി. ആ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മക്കയിലെ ആളുകളോട് അള്ളാഹു ഒരു കാര്യം ഉണർത്തുന്നത് നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കിയ ആയത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന നമ്മൾ കാണുകയുണ്ടായി. വലഖദ് അഹ്ലക്നാ മാ ഹൗലക്കും മിനൽ ഖുറ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പല ഖറിയകളെയും പല നാടുകളെയും നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്.
വസറഫിനൽ ആയാത്തി, അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശദമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സൂക്തങ്ങൾ വിശദമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ലഅല്ലഹും യർജിഊൻ, അവര് സത്യമാർഗത്തിലേക്ക് മടങ്ങിയെങ്കിലോ എന്ന നിലക്ക്. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യവും ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. ഫലൗലാ നസറഹുമുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹതൻ, തങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് നിർത്തുന്ന ആളുകൾ എന്ന നിലക്ക് അവർ സ്വീകരിച്ചിരുന്ന ആലിഹത്തുകൾ എന്തുകൊണ്ട് അവരുടെ ആ പ്രതിസന്ധിയിൽ അവരെ സഹായിക്കാനായിട്ട് രംഗത്ത് വരികയുണ്ടായില്ല എന്നൊരു ചോദ്യമാണ് അള്ളാഹു അവിടെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടത്. ബൽവല്ലു അൻഹും, ആ ആലിഹത്തുകളൊക്കെയും തന്നെ അവരിൽ നിന്ന് തെന്നി മാറി ഒഴിഞ്ഞു പോവുകയായിരുന്നു. വദാലിക ഇഫ്കുഹും വമാ കാനൂ യഫ്തറൂൻ, ഇതായിരുന്നു അവര് വ്യാജമായി ചമച്ചുണ്ടാക്കിയ, അവര് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ അവരുടെ ആലിഹത്തുകളുടെ പരിണതി എന്നാണ് അള്ളാഹു ഇവിടെ അഹ്ഖാഫുകാരുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് മക്കയിലെ ആളുകളെ ഉണർത്തുന്നത്. അഹ്ഖാഫുകാരെ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ അവരുടെ ആലിഹത്തുകളൊന്നും രംഗത്ത് വരികയുണ്ടായില്ല. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെയും കാര്യം. നിങ്ങൾ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് സമർപ്പിക്കാനും അവന് വഴിപ്പെടാനും സന്നദ്ധരാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ദൈവിക നടപടി ഉണ്ടാകുന്ന ഘട്ടത്തില് ഈ ആലിഹത്തുകളൊന്നും നിങ്ങളുടെ സഹായത്തിനായി വന്നു ചേരുകയില്ല. നിങ്ങൾക്ക് നിങ്ങളെ സ്വയം പ്രതിരോധിക്കാൻ സാധിക്കുകയുമില്ല എന്നൊരു കാര്യമാണ് അള്ളാഹുവിടെ ഉണർത്തുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ, അതിലെ പരാമർശങ്ങളും പ്രതിപാദ്യങ്ങളും ഒക്കെ ചർച്ചയിൽ വരുന്നത്. വൈദ് സൊറഫിന ഇലൈക നഫറം മിനൽ ജിന്നി, അള്ളാഹു ഈ ആയത്തുകളിൽ പറയുകയാണ്, വൈദ് സൊറഫിന ഇലൈക നഫറം മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ നാം നിന്റെ അടുക്കലേക്ക് തിരിച്ചുവിട്ട ആ സന്ദർഭവും ശ്രദ്ധ അർഹിക്കുന്നതാണ്, അനുസ്മരണീയമാണ്. ഇതാണ് ആ വിവരണം തുടങ്ങുന്ന വിധത്തിൽ അള്ളാഹു പറയുന്ന കാര്യം. വൈദ് സൊറഫിന ഇലൈക, നിന്റെ ഭാഗത്തേക്ക്, നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചു വിടുകയുണ്ടായി. ആ ഒരു സംഗതിയും ശ്രദ്ധ അർഹിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകം സ്മരിക്കേണ്ടതാകുന്നു. ആരെയാണ്? നഫറം മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ, അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടരെ നിന്റെ ഭാഗത്തേക്ക് നാം തിരിച്ചുവിടുകയുണ്ടായി. ആ ഒരു സംഭവം പ്രത്യേകം സ്മരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിലേക്കുള്ള ആ യാത്രയും അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ വളരെ വിഷമമുണ്ടാക്കിയ അനുഭവങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നേരത്തെ മനസ്സിലാക്കി. അങ്ങനെ ത്വായിഫിൽ നിന്ന് അവിടുത്തെ നാട്ടുകാർ, പ്രത്യേകിച്ച് സഖീഫ് ഗോത്രത്തിലെ പ്രമുഖരായ ആളുകളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് ആട്ടി ഓടിക്കുകയാണ്. അങ്ങാടി പിള്ളേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് തുരത്തി ഓടിക്കുന്നതിനായിട്ട് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അവര് കല്ലെറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ മുറിവേൽക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. മാനസികമായും ശാരീരികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത പ്രയാസം നേരിട്ട, വേദന അനുഭവിച്ച ഒരു സന്ദർഭമായിരുന്നു. ആ ഘട്ടത്തില് തായിഫിൽ നിന്ന് മക്കയുടെ ദിശയിലേക്ക് അങ്ങനെ നടന്ന് പോരുന്ന ഇതിന്റെ ആ ഘട്ടത്തില് നഖ്ല എന്ന പ്രദേശത്തെത്തിയപ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്ത് ഒരു തോട്ടത്തിൽ കയറി വിശ്രമിക്കുകയും കുറച്ച് നേരം വിശ്രമിച്ച ശേഷം അവിടെ നമസ്കാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അത്
രാത്രി നമസ്കാരമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ മഗ്രിബ് സമയത്തെ നമസ്കാരം, അല്ലെങ്കിൽ ഇശാ സമയത്തെ നമസ്കാരം, അതല്ലെങ്കിൽ രാത്രി നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരുന്ന ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്ന. അപ്പൊ ഈ നമസ്കാരം ഇന്ന് നമ്മൾ നിർവഹിക്കുന്ന വിധത്തില് ക്രമപ്പെടുത്തുകയും അതിന് ഒരു വ്യവസ്ഥപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീടാണ്. അപ്പോ ഈ നമസ്കാരം നിർവഹിക്കുന്ന സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കാൻ കാരണമാകുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന വിധത്തില് ഒരു സംഘം ജിന്നുകളെ അല്ലാഹു അങ്ങോട്ട് തിരിച്ചുവിടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുക എന്ന ഒരു കാര്യം കൂടി അതിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. മക്കയിലെ ആളുകൾ അദ്ദേഹത്തെ തിരസ്കരിക്കുന്നു. നിവൃത്തിയില്ലാതെ ത്വായിഫിലേക്ക് പോയി അവിടെയുള്ള ആളുകളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെയും അദ്ദേഹത്തെ തിരസ്കരിക്കപ്പെടുന്ന ഒരു അനുഭവം തന്നെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അള്ളാഹു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാക്കുന്നത്. വൈദ സ്വറഫ്ന ഇലൈക നഫറം മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ നാം നിന്റെ അടുക്കലേക്ക് തിരിച്ചുവിട്ട ആ സന്ദർഭം, ആ സംഭവം പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. യസ്തമിഊനൽ ഖുർആൻ, അവര് ഖുർആൻ കേൾക്കുന്ന വിധത്തിലാണ്, കേൾക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അവരെ അങ്ങോട്ട് തിരിച്ചുവിട്ടിട്ടുള്ളത്. യസ്തമിഊനൽ ഖുർആന, അവര് ഖുർആൻ ശ്രദ്ധാപൂർവം കാതുകൂർപ്പിച്ച് കേൾക്കുന്നതിന് വേണ്ടിയാണ് ജിന്നുകളുടെ ഒരു സംഘത്തെ അങ്ങോട്ട് തിരിച്ചുവിടുകയുണ്ടായത്. ഫലമ്മ ഹളറൂഹു, അങ്ങനെ അവര് അവിടെ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നിടത്ത് ആ പരിസരത്ത് എത്തിയപ്പോ, ഹളറൂഹു എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, പ്രത്യക്ഷപ്പെടുക എന്നാണ്. ആ ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ അവരവിടെ എത്തിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്ന ആ പരിസരത്ത് അവരെത്തിയപ്പോ ഖാലു, ജിന്നുകള് ആ പാരായണം കേട്ടുകൊണ്ട് പറയുകയുണ്ടായത് എങ്ങനെയാണ്? അവര് പരസ്പരം പറഞ്ഞതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. അൻസിതു എന്നാണ് അവര് പരസ്പരം പറഞ്ഞത്. ഒന്ന് നിശബ്ദരായി നിൽക്കൂ, ശബ്ദമുണ്ടാക്കാതെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഖാലു അൻസിതു, ശ്രദ്ധിച്ചു കേൾക്കൂ, നിശബ്ദരാവൂ. ഇതാണ് ആ പാരായണം കേട്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞത്. ഫലമ്മ ഖുദിയ, അങ്ങനെ ആ പാരായണം പൂർത്തിയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം മതിയാക്കിയതിനെ തുടർന്ന് വല്ലൗ ഇലാ ഖൗമിഹിം, അവര് തങ്ങളുടെ സമൂഹത്തിന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞു. മുന്തിരീൻ, തങ്ങളുടെ നാട്ടുകാരെ അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടരെ താക്കീത് ചെയ്യുന്നവരായിക്കൊണ്ട് അവരുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി അവര് പുറപ്പെട്ടു. ഇതാണ് പറയുന്നത്. അപ്പോ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘം, അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്ന, ഉറക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയായിരുന്ന ആ നഖ്ല പ്രദേശത്ത്, ആ പരിസരത്തൂടെ ജിന്നുകൾ കടന്നു പോകാനിടയായപ്പോ അവര് യാദൃച്ഛികമായിട്ട്, അള്ളാഹു അവരെ ആ വഴിക്ക് തിരിച്ചു വിട്ടതാണ്, യാദൃച്ഛികമായിട്ട് എന്ന് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ അവർക്കും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു അവരെ ആ ദിശയിലേക്ക് തിരിച്ചു വിട്ടതാണ് ഉദ്ദേശപൂർവം. അത് അവരുടെ ആവശ്യത്തിനുമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടി ആവശ്യത്തിനുമാണ്. അത് നമുക്ക് ആ സന്ദർഭത്തിന്റെ ആ സാഹചര്യം എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ
പ്രവാചകനായി ദൗത്യം നിർവഹിച്ചുകൊണ്ട് രംഗത്ത് വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വരുന്നു. വളരെ അകലെയല്ലാത്ത പട്ടണമായ തായിഫിലേക്ക് പോയി അവിടെയുള്ള ഗോത്രത്തെ, തഖീഫ് ഗോത്രത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുകയും അവിടുന്ന് ആട്ടിപ്പുറത്താക്കുകയൊക്കെ ചെയ്യാം. നാട്ടിലെ യുവാക്കൾ വഴിതെറ്റി പോകും, നിങ്ങൾ ഇവിടെ നിന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിപ്പുറത്താക്കുന്നത്. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട ആ അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. നാട്ടിലെ വികൃതി പിള്ളേര് അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് മുറിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷമവും വേദനയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് വല്ലാത്ത സങ്കടം ഉള്ള അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ആ നമസ്കാരം നിർവഹിക്കുന്നത്. ആ പാരായണം കേൾക്കാൻ വേണ്ടി ഒരു സംഘം ജിന്നുകളെ അള്ളാഹു അങ്ങോട്ട് തിരിച്ചുവിടുകയാണ്. മക്കയിലെ ആളുകൾ ഒരുപക്ഷെ താങ്കളെ തിരസ്കരിച്ചിട്ടുണ്ടാകും. ത്വായിഫിലെ ജനങ്ങൾക്കും താങ്കളെ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അള്ളാഹു ഇത് ഒരു സംഘത്തെ ശ്രദ്ധാപൂർവം താങ്കളുടെ ആ ദൗത്യ നിർവഹണത്തെ ഏറ്റുവാങ്ങാനായി അങ്ങോട്ട് തിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇവിടെ അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ജിന്നുകളുടെ സംഘം അതുവഴി കടന്നുപോയതും അവര് ശ്രദ്ധാപൂർവം അത് കേട്ടിരുന്നതും അതിനോട് പ്രതികരിച്ചതും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ അറിയുന്നില്ല. അത് അള്ളാഹു ചെയ്തൊരു കാര്യം, അള്ളാഹു അവരെ നബിയുടെ പാരായണം കേൾപ്പിച്ച ഒരു സംഗതി നബിയെ ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. ആ സംഭവം പ്രത്യേകം ഓർക്കേണ്ടതാണ്, സ്മരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫലമ്മ ഹലറൂഹു, അങ്ങനെ ഈ ജിന്നുകൾ അവിടെ എത്തിയപ്പോ, അവിടെ ഹാജരായപ്പോ, ഖാലു, അവര് പരസ്പരം പറഞ്ഞത് ഇങ്ങനെയാണ്, അൻസിതു, നിങ്ങൾ നിശബ്ദരായിരിക്കും എന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് എന്തോ പ്രാധാന്യമുള്ള, അവരുടെ കാതുകളെ വല്ലാതെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ചില സംഗതികൾ കേൾക്കാനിടയായ പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി അവര് നിശബ്ദരായിരിക്കാൻ പരസ്പരം നിർദ്ദേശിക്കുന്നത്. അപ്പോ ഫലമ്മ ഖുളിയ, അങ്ങനെ ആ പാരായണം അവസാനിച്ചപ്പോ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ആ ആയാത്തുകളിൽ ഉൾപ്പെട്ടിരുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ ആളുകളെ, തങ്ങളുടെ കൂട്ടരെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് അവർ പുറപ്പെടുകയാണ്. ഈ ജിന്നുകള് സ്വന്തം സമൂഹത്തിലെ ബാക്കി അംഗങ്ങളോട് ഇത് പങ്കുവെക്കണം, ഈ കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം, അവരെ ഈ ആയാത്തുകളുടെ, ഈ ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ താക്കീത് ചെയ്യണം എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് അവര് ഈ ആയാത്തുകളെ ശ്രവിച്ച ശേഷം അവിടുന്ന് പുറപ്പെടുന്നത്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നില്ല. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർക്ക് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം കേട്ടു എന്നതേ ഉള്ളൂ. ആ പാരായണത്തിൽ അടങ്ങിയിരുന്ന ആയാത്തുകള് അദ്ദേഹത്തിന് ഈ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാത്ത ആഴത്തിൽ സ്പർശിക്കുകയും അവരെ ഒന്ന് തട്ടി ഉണർത്തുകയൊക്കെ ചെയ്തു എന്നതാണ് വസ്തുത. അങ്ങനെ അവര് ചെന്ന് അവരുടെ കൂട്ടരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഖാലു, അവര് പോയിട്ട് പറഞ്ഞു, യാ ഖൗമന, ഞങ്ങളുടെ നാട്ടുകാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടരെ. ജിന്നുകളായതുകൊണ്ട് നമുക്ക് മനുഷ്യരോട് പറയുന്ന വിധത്തിൽ സങ്കല്പിക്കുന്നത് ശരിയല്ല. യാ ഖൗമന, ഞങ്ങളുടെ ഖൗമെ എന്നാണ് പറയുന്ന അർത്ഥം, ഞങ്ങളുടെ ജനത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥ സൂചന. അപ്പൊ യാ ഖൗമന, അപ്പോ ഞങ്ങളുടെ കൂട്ടരെ, നമ്മുടെ കൂട്ടരെ, ഇന്നാ സമയന, നിശ്ചയമായിട്ട് ഞങ്ങൾ കേൾക്കാനിടയായി, കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, മൂസായുടെ കാലശേഷം അവതീർണമായ ഒരു വേദം. മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത്
അദ്ദേഹത്തിന്റെ കാലം പിന്നിട്ടതിന് ശേഷം അവതരിച്ച ഒരു വേദഗ്രന്ഥം കേൾക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അത് നേരത്തെ അവതരിച്ചിട്ടുണ്ടായിരുന്നതിനെ സത്യപ്പെടുത്തുന്ന ഒരു വേദമാണ്. അങ്ങനെ ഒരു വേദം ഞങ്ങൾ കേൾക്കാൻ അവസരമുണ്ടായി. യഹ്ദി ഇലൽ ഹഖ്, സത്യത്തിലേക്ക്, സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന, മാർഗദർശനം ചെയ്യുന്ന ഒരു കിതാബാണത്. വൈല ത്വരീഖിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്കും, സത്യമാർഗത്തിലേക്ക് എന്ന് വെച്ചാൽ നേരായ മാർഗത്തിലേക്ക് ആളുകളെ നയിക്കുന്ന, മാർഗദർശനം ചെയ്യുന്ന ഒരു കിതാബാണ് ഞങ്ങൾക്ക് കേൾക്കാൻ അവസരം ഉണ്ടായത്. അത് മൂസായുടെ കാലശേഷം അവതരിച്ച ഒരു കിതാബാണ്. പൂർവിക വേദങ്ങളെ സത്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു കിതാബുമാണ്. ഇതാണ് ജിന്നുകള് തങ്ങളുടെ സമൂഹത്തിൽ ചെന്ന് അവിടുത്തെ ആ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഇതര അംഗങ്ങളോടായിട്ട് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഒരു പാരായണം കേൾക്കാനിടയായി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇവരുടെ ഈ സംസാരം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം അവർ കേട്ടു എന്നതാണ് ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ആ കേട്ട സംഗതി, അതിന്റെ ഉള്ളടക്കം സത്യമാണ്, ചൊവ്വായ മാർഗത്തിലേക്ക് ആളുകളെ നയിക്കുന്നതാണ് എന്നതും അവർ തിരിച്ചറിഞ്ഞു. സത്യമാണ് ആ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത് സത്യത്തിലേക്ക് നയിക്കുന്നതാണ്, ഏറ്റവും ഋജുവായ മാർഗം കാണിച്ചു തരുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് മൂസായുടെ കാലശേഷം അവതരിപ്പിക്കപ്പെട്ടതാണ്. അതാണ് മറ്റൊരു കാര്യം, അവരുടെ സംസാരത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഈ ജിന്നുകളുടെ സംഘത്തിന് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്, മൂസ അലൈഹി ഇസ്ലാമിനും ബനു ഇസ്രായേൽ സമൂഹത്തിനൊക്കെ ആയിട്ട് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ദൈവിക ഗ്രന്ഥം തൗറാത്ത്, അത് അവർക്ക് പരിചയമുണ്ടായിരുന്നു. അതിന്റെ ആശയവും അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഈ സംസാരം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. മൂസ അലൈഹി ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നു എന്നതും ഇത് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു വേദമാണ് എന്നത് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നുണ്ടാകാം. എന്തായാലും അവർ തിരിച്ചറിയുന്നത് ഇത് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ആളുകൾക്ക് സന്മാർഗം പകർന്നു നൽകുന്നതിനായിട്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള പൂർവിക വേദങ്ങളെ സത്യപ്പെടുത്തുന്ന ഒരു വേദമാണ് എന്ന നിലക്ക് ജിന്നുകൾ അത് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് അവര് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോട് ഈ കാര്യം ഉണർത്തുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു സംഗതി, മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹിഷ്കരിക്കുകയും ഊരുവിലക്ക് ഏർപ്പെടുത്തുകയും എല്ലാ നിലക്കും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ദ്രോഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അതുപോലെ തന്നെ തായിഫിലേക്ക് ചെന്ന് സഖീഫിലെ ആളുകളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരും അദ്ദേഹത്തെ തിരസ്കരിക്കുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ പോലും അവസരം ഉണ്ടായിട്ടില്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട, എന്ന് പറഞ്ഞാൽ അദൃശ്യ ജീവികളായ, അദൃശ്യ സൃഷ്ടികളായ ജിന്നുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഉൾക്കൊള്ളാൻ അവസരമുണ്ടാകുന്നതും അള്ളാഹു അതിന് അവസരം ഒരുക്കുന്നതും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവര് ആ സന്മാർഗം സ്വീകരിക്കുകയും തങ്ങളുടെ സമൂഹത്തിലെ ബാക്കിയുള്ള ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ താക്കീത് ചെയ്യുകയും ചെയ്യാൻ മുതിരുന്ന ഒരു അനുഭവം അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നൽകുന്നത്. അത് വലിയൊരു ആശ്വാസം പകരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ മാനസികമായിട്ട് അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്ന പ്രയാസങ്ങളെയൊക്കെ ദൂരീകരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിനൊന്ന് ശാന്തി അടയാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു അനുഭവമാണ് എന്നതിൽ
യാതൊരു സംശയവും ഇല്ല. കാരണം സ്വന്തം നാട്ടുകാരാൽ സമീപ പ്രദേശത്തെ കുടുംബബന്ധം പോലുമുള്ള ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളാൽ പോലും തിരസ്കരിക്കപ്പെട്ട ഒരു സമയത്ത് ഇവിടെ മറ്റൊരു സൃഷ്ടിവർഗത്തിൽപ്പെട്ട ഒരു കൂട്ടര് അള്ളാഹുവിന്റെ പ്രവാചകനെ ശ്രദ്ധാപൂർവം കേൾക്കാൻ അവസരം ഉണ്ടാവുകയും അവരതിനെ സത്യപ്പെടുത്തുകയും അതിൽ നിന്ന് സന്മാർഗം ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരാവുകയും തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റുള്ളവരെ അതിനെക്കുറിച്ച് ഉണർത്തുവാൻ മുതിരുകയും ചെയ്തു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ആശ്വാസം പകരുന്ന, വലിയ മാനസികമായിട്ട് പിൻബലമായി മാറുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അവര് ഈ ജിന്നുകള് തങ്ങളുടെ സമൂഹത്തിൽ ചെന്ന് പറഞ്ഞ കാര്യം ഇതാണ്: യാ ഖൗമന, ഞങ്ങളുടെ കൂട്ടരെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്നാ സമയന, നിശ്ചയമായിട്ട് ഞങ്ങളൊരു കാര്യം കേൾക്കാനിടയായി. കിതാബൻ, അതൊരു വേദഗ്രന്ഥമാണ്. ഉൻസില മിൻ ബഅദി മൂസ, മൂസാക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ്. അതാണ് ഞങ്ങൾ കേൾക്കാനിടയായത്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നേരത്തെ അവതരിപ്പിക്കപ്പെട്ടിരുന്നതിനെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ഞങ്ങളിപ്പോ കേൾക്കാനിടയായ വേദഗ്രന്ഥം. അതിന്റെ പ്രത്യേകത യഹ്ദി ഇലൽ ഹഖ്, സത്യത്തിലേക്ക് ആളുകളെ അത് സന്മാർഗം കാണിക്കുന്നു എന്നതാണ് ഈ ദൈവിക വെളിപ്പാടുകളുടെ അല്ലെങ്കിൽ ഈ ദിവ്യഗ്രന്ഥത്തിന്റെ പ്രത്യേകത. വൈലാ ത്വരീഖിൻ മുസ്തഖീം, ഏറ്റവും ഋജുവായ, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് അത് വഴി കാണിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ കിതാബിന്റെ, ഞങ്ങൾ കേൾക്കാനിടയായ ഈ കിതാബിന്റെ പ്രത്യേകത എന്നാണ് അവര് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോടായിട്ട് അവര് കേൾക്കാനിടയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണത്തെ കുറിച്ച് പോയിട്ട് പറയുന്നത്. ഇതിനെ തുടർന്ന് അവര് പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദമാക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ രണ്ടായത്തുകളിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ത്വായിഫിൽ നിന്ന് മടങ്ങുന്ന ഘട്ടത്തില് സഖീഫുകാരോട് ഒക്കെ സംസാരിച്ച് അവരിൽ നിന്ന് തിരസ്കൃതനായി മക്കയിലേക്ക് മടങ്ങുന്ന വഴിയിൽ നഹ്ല എന്ന പ്രദേശത്ത് ഒരു തോട്ടത്തിൽ തങ്ങിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ വാക്യങ്ങൾ ഈണത്തില് പാരായണം ചെയ്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന ആ ഘട്ടത്തിലാണ് ജിന്നുകളുടെ ഒരു സംഘത്തെ അള്ളാഹു അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചുവിടുന്നത്. അവരതിലൂടെ കടന്നു പോകുമ്പോൾ ഈ പാരായണം കേൾക്കാനിടയാവുകയും ബാക്കിയുള്ളവരോട് നിശബ്ദരായിട്ട് നിൽക്കാൻ വേണ്ടി പറയുകയൊക്കെ ചെയ്യാം. അങ്ങനെ പാരായണം അവസാനിക്കുന്നത് വരെ അവരത് ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അവർ തങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിലുള്ള ജിന്ന് വർഗത്തിൽപ്പെട്ട ബാക്കിയുള്ളവരുടെ അടുക്കൽ പോയിട്ട് ഈ അവരുടെ വ്യത്യസ്തമായ അനുഭവം പങ്കുവെക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു ദൈവിക വേദഗ്രന്ഥം കേൾക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി. അത് പൂർവിക വേദങ്ങളെ സത്യപ്പെടുത്തുന്ന വിധത്തിലാണ് അതിലെ ആശയങ്ങൾ ഉള്ളത്. അതുപോലെ അത് സത്യത്തിലേക്ക് നയിക്കുന്നതും ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ആളുകളെ തിരിച്ചുവിടുന്നതും ഒക്കെ ആയ വിധത്തിലാണ് എന്നൊക്കെയാണ് ജിന്നുകള് അവരുടെ സമൂഹത്തിലെ ആളുകളുടെ അടുക്കൽ പോയിട്ട് ഈ കാര്യം പറയുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വരെ ആ സംഭവം ഉണ്ടാകുന്നത് വരെ ജിന്നുകളുമായിട്ടുള്ള യാതൊരു ആശയവിനിമയവും ഉണ്ടായിട്ടില്ല. ഈ സന്ദർഭത്തിലും അങ്ങനെ ഒരു ആശയവിനിമയം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇസ്ലാമിക ചരിത്ര സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത് ഈ സംഭവത്തിന് ശേഷം മക്കയിൽ വെച്ച് തന്നെ
ഒരു 5-6 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അവരുമായി ആശയവിനിമയം നടത്തുന്ന സംഗതിയും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വളരെ സ്വീകാര്യമായ ഹദീസുകളിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇപ്പൊ ഇവിടെ ഇത് സംബന്ധമായിട്ട് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന 2-3 സംഭവങ്ങളുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഈ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം കേൾക്കാനിടയായത് നഖ്ലയിലെ അസൈമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം, അതല്ലെങ്കിൽ സൈലുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം, ഈ രണ്ടിലൊരു സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നഖ്ലയിലൊരു സ്ഥലമാണത്, അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ഈ നഖ്ല താഴ്വരയിൽ ഈ രണ്ടിലൊരു സ്ഥലത്ത് വെച്ച് നടന്ന അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് നമസ്കരിക്കുമ്പോൾ നടത്തിയ ഖുർആൻ പാരായണം, അത് കേട്ടുകൊണ്ടാണ് ജിന്നുകൾ അവിടെ എത്തുന്നത് ഈ ഹദീസുകൾ പ്രകാരം. അപ്പോ ഈ ജിന്നുകള് സത്യമാർഗം ഉൾക്കൊണ്ടിരുന്ന മൂസ അലൈഹിസ്സലാമിന്റെ വേദഗ്രന്ഥം സത്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ മാർഗദർശനം ഉൾക്കൊണ്ട് ജീവിച്ചിരുന്ന ജിന്നുകളാണ്. അവർക്ക് ഈ വേദങ്ങള് പരിചയമുണ്ടായിരുന്നു എന്നതാണ് ഈ ആയത്തുകൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുടെ പ്രതിനിധി സംഘങ്ങളുമായിട്ട് പല സന്ദർഭങ്ങളിലും തുടർച്ചയായിട്ട് ഒത്തുചേരുകയുണ്ടായിട്ടുണ്ട്. ഈ പ്രബലമായ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിജ്റക്ക് മുമ്പ് തന്നെ മക്കയിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 തവണയെങ്കിലും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വെളിപ്പെടുത്തുന്നത് ആ ഹദീസിൽ. അപ്പൊ ഒരിക്കല് ഈ ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതായ ഒരു സംഭവം ഉണ്ടായി. ഒരു രാത്രി അദ്ദേഹത്തെ കാണാൻ തന്നെ സാധിച്ചില്ല. അദ്ദേഹത്തിന് എന്തോ അപകടം പറ്റിയോ എന്നൊക്കെ ഇവര് ഭയപ്പെട്ടു നിന്നിരുന്ന ഒരു സമയം. ആ രാത്രി നേരം പുലരുന്ന ഘട്ടത്തില് ഹിറയുടെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോഴാണ് അവർ ചോദിക്കുന്നത് എവിടെയായിരുന്നു, എന്താണ് പറ്റിയത് എന്നൊക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹത്തെ ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടി ജിന്നുകളിൽപ്പെട്ട ഒരാള് വന്ന് വിളിച്ചു കൊണ്ടുപോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോടൊപ്പം, ആ ജിന്നു വിഭാഗത്തിൽപ്പെട്ട ആളോടൊപ്പം പോവുകയും ഒരു സംഘത്തോട് സംസാരിക്കുകയും ചെയ്തു. അവര് ഖുർആൻ കേൾക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു കൊണ്ടുപോയത് എന്നാണ് ആ ഹദീസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു ഹദീസില്, അതും അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകളോടായിട്ട്, ആ ചെറിയ സംഘത്തോടായിട്ട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഇന്ന് രാത്രി എന്നോടൊപ്പം ജിന്നുകളെ അഭിമുഖീകരിക്കാൻ ആരാണ് വരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് സന്നദ്ധനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പോവുകയും മക്കയുടെ ഒരു ഉയർന്ന പ്രദേശത്ത് എത്തുവോളം അവർ ഒരുമിച്ച് നടന്ന് നീങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് അവിടെ തങ്ങാൻ പറയുകയും അവിടുന്ന് അപ്പുറത്തേക്ക് മുന്നോട്ട് പോകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അകലെ നിന്നുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് കാണുകയുണ്ടായത് ഒരു സംഘം ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടുന്നതാണ്. അവര്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമായി അങ്ങ് വന്നു നിന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനും ഇടയിലായിട്ട് ഒരു മറയുണ്ടായ പോലെയായി. നബിയെ കാണാത്ത ഒരവസ്ഥയിൽ ആയി. ഈ ആളുകൾ ചുറ്റുപാടുമായിട്ട് നബിയെ വലയം ചെയ്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സംഘത്തോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അകലെ നിന്ന് ദർശിക്കുന്ന, ഈ ആളുകളെ ഒന്നും വ്യക്തമായിട്ട് കാണുന്ന വിധത്തിലല്ല, അവരുടെ വേഷമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ കാണുകയുണ്ടായത്. മറ്റൊരു റിപ്പോർട്ടില് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഒരിക്കല് അദ്ദേഹം കൂഫയിൽ വെച്ചൊരു സംഘം കർഷകരെ കാണാനിടയായപ്പോൾ അവരുടെ വേഷവും രീതിയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും കൂട്ടി ഒരു ഉയർന്ന പ്രദേശത്തേക്ക് പോയപ്പോൾ അവിടെ ജിന്നുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിക്കാഴ്ച നടത്തിയല്ലോ. ആ സംഘത്തിൽപ്പെട്ട ജിന്നുകളുടെ വേഷവിധാനത്തിനോട് വലിയ സാദൃശ്യമുള്ള വിധത്തിലാണ് കൂഫയിലെ ഈ കർഷക സംഘത്തെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ഈ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുമായിട്ട് ആശയവിനിമയം നടത്തിയ കാര്യവും അവർക്ക് മാർഗദർശനമാകുന്ന വിധത്തിൽ അവരെ ഖുർആൻ കേൾപ്പിച്ച സംഗതിയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകളിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. വിശുദ്ധ ഖുർആൻ തന്നെ വേറെയും ചിലയിടങ്ങളിൽ ജിന്നുകൾ ഖുർആൻ പാരായണം കേൾക്കാനിടയായതും അതില് അത്ഭുതം കൊണ്ടുകൊണ്ട് ഖുർആനൻ അജബ എന്നൊക്കെ വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് അവർ പറയുന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ജിന്നുകൾ എന്നതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് കൂടി മാർഗദർശനം നൽകുന്ന ചുമതല ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവര് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യരാണെങ്കിലും മനുഷ്യർക്ക് അവരെ ദൃഷ്ടിഗോചരമാക്കേണ്ട സന്ദർഭങ്ങളിൽ അവർ മനുഷ്യരൂപത്തിലോ മറ്റോ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം എന്നതൊക്കെയാണ് ഈ സംഗതികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അവരിൽ ഒരു സംഘം വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിൽ നിന്ന് മാർഗദർശനം ഉൾക്കൊള്ളുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തില് ആ ജിന്നുകളിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ പിന്തുടരാൻ സന്നദ്ധരായ ആ സംഭവം അദ്ദേഹത്തിനും വലിയ ആശ്വാസവും ശക്തി പകരലും ഒക്കെയായി മാറി എന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും വിശദാംശങ്ങൾ കൂടി തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവ തുടർന്ന് വിശദീകരിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.